ഈ കൂട്ടുകാരൊത്ത് വെള്ളച്ചാട്ടം കാണാൻ പോകാറുണ്ട്, വെള്ളച്ചാട്ടത്ത് കളിക്കാറുണ്ട്. അതിരപ്പള്ളിയിലും വാഴച്ചാലിലൊക്കെ പോയാൽ നമ്മൾ നന്നായിട്ട് തിമിർത്ത് ഉല്ലസിക്കാറുണ്ടല്ലേ. പക്ഷേ അങ്ങനെ ഉല്ലസിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരാളെ കാണാതായാലും എന്തായിരിക്കും അവസ്ഥ? ഉല്ലാസയാത്രയ്ക്ക് പോയവരെയും കാഴ്ചക്കാരെയും ഒക്കെ ഒരുപോലെ ഞെട്ടിച്ചൊരു മിസ്സിംഗ് കേസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൂട്ടത്തിലൊരാള് ആ വെള്ളച്ചാട്ടത്തിലേക്ക് കയറിപ്പോയതാണ്, പിന്നെ കാണുന്നില്ല. തപ്പി നോക്കിയിട്ടും കണ്ടില്ല. അതാ കുറച്ചു കഴിഞ്ഞതാ വരുന്നു. ലാൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. ലാൽ, ഞാനോ ലാലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു അടി അങ്ങ് പൊട്ടിച്ചു കൊടുക്കുമല്ലേ. എത്രമാത്രം ആധിയിലേക്ക് ആ കൂടെ നിന്നവരെ കൊണ്ടുപോയിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ. ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്? ഇത്രമാത്രം വെള്ളം ഇങ്ങനെ ശക്തിയിൽ വരുന്ന ആ ഒരു 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 പൈപ്പിന് സമാനമായൊരു എന്തൊരു പാറക്കെട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്ര നേരം ആ യുവാവിന് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്? അതിലൊരു അതിശയമുണ്ടല്ലോ. ഇത് മൊത്തത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. സത്യത്തിൽ അഞ്ജിത് പറഞ്ഞ പോലെ ആദ്യം ഒരു അടി കൊടുത്തതിന് ശേഷം എന്താ ഉണ്ടായി എന്ന് നമ്മൾ ചോദിച്ചു തുടങ്ങുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വസ്തുത. സംഭവം നടക്കുന്നത് പശ്ചിമേഷ്യയിൽ തന്നെയാണ്. സ്ഥലത്തിൻ്റെ പേര് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവർ ഒരു ടൂറിങ്ങിന് പോയതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർ ഇതിൻ്റെ അകത്തേക്ക് ഒരാളിങ്ങനെ കടന്നു പോകുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒരാൾ കയറി പോകുമെന്ന കൂട്ടത്തിലുള്ള ആരും വിശ്വസിക്കുന്നോ അല്ലെങ്കിൽ വിചാരിക്കുന്നോ ഒന്നുമില്ല. പെട്ടെന്ന് പോയി അങ്ങ് കയറി അങ്ങ് അകത്തോട്ട് പോവുകയാണ്. പിന്നെ കുറേ നേരമായിട്ട് ഇയാളെ കാണുന്നില്ല. കൂടെയുള്ള ആളുകളൊക്കെ തപ്പി നോക്കുന്നുണ്ട്, കൈ എത്തിക്കാവുന്നിടത്തോളം എത്തിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ അനക്കമൊന്നുമില്ല, ആളെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. കുറച്ച് നേരമായിട്ടും കാണുന്നില്ല. എങ്ങനെ ഇത്ര നേരം ഇയാൾ ഇതിൻ്റെ അകത്ത് ശ്വാസം പിടിച്ച് നിന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവരെല്ലാവരും ഉള്ളിലുണ്ട്. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറച്ച് നേരത്തിന് ശേഷം വരികയാണ്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമ്മൾ തിന്നൊരു തീക്ക് വലിയൊരു എമൗണ്ട് ഉണ്ടാവും. കാര്യം വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് വേർത്ത് പോയിട്ടുണ്ടാവും മേ ബി. കാരണം എങ്ങനെ പറയും? വീട്ടുകാരോട് പറയണം, നാട്ടുകാരോട് പറയണം, അയൽവക്കക്കാരോട് പറയണം, സമാധാനം ഉണ്ടാക്കണം. ഇത് പറഞ്ഞാൽ ആരൊക്കെ വിശ്വസിക്കും? ഇനി വിശ്വസിക്കാതെ ബാക്കി എന്തൊക്കെ പോയിന്റ്, ലീഗൽ ഫോർമാലിറ്റീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ടൂറേ വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് ചിലപ്പോൾ നമ്മൾ പോകും. ഇമാതിരി പരിപാടി കാണിക്കുവാണെങ്കിൽ പിന്നെ ഇവനൊന്നും ടൂർ കൊണ്ടുപോവുകയേ വേണ്ടെന്ന് പോലും ചിലപ്പോൾ നമ്മൾ തീരുമാനിച്ചതെന്നും വരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് കണ്ടത്. എന്തായാലും സമാധാനപ്പെടുത്തിക്കൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പുള്ളി പുറത്തേക്ക് ഇറങ്ങി വന്നു. പക്ഷേ എങ്ങനെയാണ് ഇത്ര നേരം ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇത്ര ശ്വാസം പിടിച്ച് നിൽക്കണല്ലോ? ഒന്നാമത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് കയറി പോകുന്നത്. പ്ലെയിനായിട്ട് ഇപ്പോൾ ഒരു കുളത്തിലൊക്കെയാണ് ചിലപ്പോൾ കുറച്ച് നേരം ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റുമായിരിക്കും. ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ്, നമുക്കെതിരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളമാണ്. അതിൻ്റെ അകത്ത് കയറിയിട്ടാണ് ഇത്രയും നേരം നിൽക്കുന്നത് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നാലും അസാമാന്യ കഴിവുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അല്ലെങ്കിൽ ഇത്രയും നേരം കഴിവൊക്കെ അവിടെ നിന്നോട്ടെ, പക്ഷേ ഇമാരി കഴിവൊന്നും പുറത്തെടുക്കാൻ നിൽക്കണ്ട ആരും.